സാറയുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. UKG എല്ലാം തീർന്നു. ഇനിയിപ്പം ഗ്രാജുവേഷനും കൂടെ കഴിഞ്ഞ് ഒരാഴ്ച ഒരു എക്സാമും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ UKG എല്ലാം തീർന്നു. ഗ്രാജുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സാറയ്ക്ക് ആങ്കറിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് പിള്ളേരുടെ കുറച്ച് പരിപാടിയുണ്ട്, പിന്നെ ഈ വർഷം നടന്നിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഒരു ട്രോഫി പോലെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും ലിജോയും എല്ലാവരും ജോക്കൂട്ടനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് സ്കൂളിൽ പോവാണ്. സാറേയും ജോക്കൂട്ടനും ഓൾറെഡി റെഡി ആയിട്ടുണ്ട്, കാപ്പിയെല്ലാം കുടിച്ച്. ഇനിയിപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാജൽ ഇട്ടിട്ടുണ്ട്. അപ്പം ലിപ്സ്റ്റിക് ഇടാൻ പോകുന്നതിന് മുമ്പ് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ലിപ്സ്റ്റിക് ഏതാണ് ഇടുന്നതെന്ന് കൂടെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മമ്മ എർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ന്യൂഡ് കാർണിഷൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഷെയ്ഡ് കാണിക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. എനിക്ക് ലിപ്സ്റ്റിക്സ് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആവാത്ത ലിപ്സ്റ്റിക്സാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്ക് അത്ര ഡ്രൈ ആവുന്നതല്ല, നല്ലൊരു മോയ്സ്ചറൈസർ കിട്ടുന്ന എഫക്റ്റ് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. മമ്മ എർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലിപ്സ്റ്റിക്ക് ടോക്സിൻ ഫ്രീ ആണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിലുള്ളത് അവോക്കാഡോ ഓയിലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും ആണ്. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ എഫക്റ്റ് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ടും പ്രശ്നമുള്ളതല്ല. ഞാൻ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിലും ഡെയിലി യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ടൈപ്പുള്ള ലിപ്സ്റ്റിക്സ് ആണ്. അപ് ടു 12 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫുമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ പോകും എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. മമ്മ എർത്തിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് സ്മഡ്ജ് പ്രൂഫാണ്, അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂപ്പൺ കോഡായ ജിനീസ് 2025 എന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ 20% ഓഫ് കിട്ടും മമ്മ എർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും. മമ്മ എർത്ത് കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് അവരുടെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോഡക്റ്റ് റിസർച്ച് അനുസരിച്ച് പുതിയ പുതിയ പ്രോഡക്റ്റ് ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവരുടെ ഒണിയൻ ഷാമ്പൂ ഒക്കെ ആ ഒരു കാറ്റഗറി പെടുന്നതാണ്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സും മമ്മ എർത്തിനെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മമ്മ എർത്തിന്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു സെയിം ഷെയ്ഡ് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റോറിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ളതെന്ന് കമന്റ് ഇടാവുന്നതാണ്. ദുപ്പട്ട വരുന്നത് ഇത് നമ്മുടെ ഷോപ്പിലുള്ള കേട്ടോ, പാർട്ടി വെയർ സെക്ഷനിൽ വരുന്ന ഒരു സൽവാർ മെറ്റീരിയൽ ആയിരുന്നു. ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് എന്താണ് സോഫ്റ്റ് ഓർഗൻസ കാറ്റഗറിയിൽ വരുന്നതാണ്. നന്നായിട്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പ്രീമിയം കാറ്റഗറിയാണ്, അത്യാവശ്യം റേഞ്ച് വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലയിലുള്ള ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിള്ളേരെയും കൊണ്ട് സ്കൂളിലോട്ട് പോകും. അങ്ങനെ റെഡിയായി കാപ്പിയെല്ലാം കുടിച്ചിട്ടതാ ഞങ്ങളിപ്പോൾ സ്കൂളിലോട്ട് പോവുകയാണ്. ഗ്രാജുവേഷൻ ആയതുകൊണ്ട് തന്നെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ടായിരുന്നു കേട്ടോ പോകേണ്ടത്. അപ്പോൾ സാറ യൂണിഫോമാണ്, പിന്നെ ജോക്കുട്ടൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്, അന്ന വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ പ്രിൻസിപ്പൾ നമ്മളോട് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ പിള്ളേരുടെ ഓരോ കലാപരിപാടികളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലരുടെ സിംഗിൾ സോങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ പിള്ളേരെയും ഒരു സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഗ്രാജുവേഷൻ ഡേയിൽ എല്ലാവർക്കും ഇതുപോലെ ആക്ഷൻ സോങ് ഒക്കെ ആയിട്ട് തൈ വരുന്നതാണ് കേട്ടോ. സാറയുടെയും ഉണ്ടായിരുന്നു പാട്ട്. സാറയ്ക്ക് പിന്നെ അതിന് ശേഷം ഒരു ആങ്കറിങ് കൂടെ ഉണ്ടായിരുന്നേ. അതിനുശേഷം പിന്നെ ക്യാൻഡിൽ ഇങ്ങനെ ലൈറ്റ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. എല്ലാ ചീഫ് ഗസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ പിള്ളേർ അവിടെ ഗ്രാജുവേഷൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ ഡിവിഷൻ അനുസരിച്ചായിരുന്നു പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. അപ്പം അവരുടെ ആ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഇതുപോലെ ഗ്രാജുവേഷൻ കോസ്റ്റ്യൂം ഇട്ടിട്ട് പിള്ളേരിങ്ങനെ റോ ആയിട്ട് അവരുടെ ആ ഒരു ഡിവിഷനിൽ കൊണ്ടിരുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് റോൾ നമ്പർ അനുസരിച്ചാണ് അവർക്ക് ഗ്രാജുവേഷൻ ആ ഒരു സെറിമണി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സാറയുടെ ഡിവിഷൻ ഏറ്റവും ലാസ്റ്റത്തെ ആയിരുന്നു. അതുപോലെ തന്നെ എസ് ആയതുകൊണ്ട് തന്നെ സാറ കഴിഞ്ഞിട്ട് ഒരു 3 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ലാസ്റ്റ് വരെ നമ്മളും ഉണ്ടായിരുന്നു. തൈ നിൽക്കുന്നതാണ് കേട്ടോ സാറ.
മടുത്ത സാറാ? എന്നാ കഴിക്കുന്നേ? 9 പ്രൈസ് ഉണ്ടല്ലേ സാറാ? സാറയുടെ ആ പ്രൈസ് ഒന്ന് കാണിച്ചു, ഞാൻ കണ്ടില്ല. സാറയുടെ ഒന്ന് കാണിച്ചു. എടാ അടുത്തൊന്ന് കാണിച്ചേടാ. ഏറ്റവും കൂടുതൽ പൈസ ആർക്കാ സാറേ കിട്ടിയത്? കൊറേ പിള്ളേർക്കുണ്ട്. എല്ലാവരുടെയും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. കൊറേ പിള്ളേർക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ കടയിൽ നിന്നും പ്രവിത്താനത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ബൊഗൈൻവില്ലയൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണേ. മമ്മി ചെണ്ടക്കപ്പയും മുളക് പൊട്ടിച്ചതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, അപ്പോൾ ഉപ്പിലിട്ടത് രാവിലെ ഉണ്ടാക്കിയതാണ്. പക്ഷെ രാവിലെ ഞങ്ങൾക്ക് കഴിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ മമ്മി പറഞ്ഞിട്ട് കഴിച്ചിട്ട് പോടി, ഇവിടെ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മമ്മിക്ക് അധികം കഴിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പം ഞങ്ങളും കൂടെ വന്ന മുളക്. നന്നായിട്ട് വേവുന്ന കപ്പയാ അല്ലേ? ഇപ്പോഴും ചൂടല്ലേ? ചൂടുണ്ട്. കാന്താരി മുളക്, കുഞ്ഞുള്ളി എല്ലാം കൂടി ഇട്ട് ശകലം വെളിച്ചെണ്ണ, ശകലം വിനാഗിരി. ഇല്ല പിന്നെ വെളുത്ത കളർ അത് അരയ്ക്കുമ്പോ ഉള്ളിയും എല്ലാം കൂടെ കൂടി മിക്സിയിലിട്ട് ചതച്ചില്ല, അരച്ചു. മമ്മിയും കഴിക്കും. പിന്നെ ഇത് നമ്മള് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് മമ്മി. ഉപ്പിലിട്ട് വെച്ചു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ? കണ്ണിമാങ്ങ അച്ചാർ. ഏറ്റവും കൂടുതൽ അച്ചാർ തിന്നോണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് അത്രയും പറ്റുന്നില്ല. മമ്മി പറഞ്ഞ ജീവിതം ഒരു മനുഷ്യായുസ് മൊത്തം കഴിക്കാനുള്ളത് മൊത്തം ഞാൻ കഴിച്ചു തീർക്കുന്ന അച്ചാറ്. അതായി വരും. അന്നേരം പെട്ടെന്ന് വെള്ളമായിക്കോളും. മാങ്ങയ്ക്കകത്തുനിന്ന് ഉപ്പിന്റെ വെള്ളം വരത്തില്ലേ? അല്ല, ഉപ്പ് കല്ലുപ്പിന്റെ ഒന്നും വെള്ളം വരുമല്ലോ. ഓക്കെ, അപ്പൊ ഞാനും ഒന്ന് ചെണ്ടക്കപ്പ കഴിക്കട്ടെ. അതെ, നമ്മള് ചെണ്ടക്കപ്പ എന്നാ പറയുന്നത്. വേറെ ഏതാണ്ടൊക്കെ പറയും അല്ലെ? വേറെ സ്ഥലക്കാര് വേറെ ഏതാണ്ടൊക്കെ പറയും. പുഴുങ്ങിയത്. അതെ, ഞാൻ ചെണ്ടക്കപ്പ എന്ന് പറയുന്നത്. ഞങ്ങൾ ചെണ്ടക്കപ്പ എല്ലാം കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. മമ്മി അല്ലെങ്കിലും സുന്ദരിയല്ലേ? അതെ, മമ്മി ഒന്ന് വീണിട്ട് കൈക്ക് ചെറിയൊരു പരിക്കെന്ന് വെച്ചാല് ആ കൈക്ക് തന്നെയാണ് ഒരു ചെറിയൊരു ഇത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവിടാൻ വന്നതാ. അല്ലെങ്കിൽ മമ്മി തന്നെ വണ്ടിയൊക്കെ ഓടിച്ച് മമ്മി സെറ്റ് ആയതായിരുന്നു. അന്നേരമാണ് നമ്മുടെ കൈക്ക് ചെറിയ പണി കിട്ടിയത് അല്ലേ? അപ്പൊ ഞങ്ങള് വണ്ടി ഓടിച്ചു പോയി. എന്നാലും കൈക്ക് ചെറിയൊരു പിടുത്തമുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകും. മമ്മിയുടെ 10 മണി പൂ ചെടികള്. അതെ, അത് പല പല കളേഴ്സ് ഉണ്ട് കേട്ടോ. മമ്മി ടയറിനകത്ത് 10 മണി ചെടി വെച്ചു അല്ലേ? ഈ ടയർ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? മാറ്റി. അന്നേരം ഒരെണ്ണം സ്റ്റെപ്പിന് വെച്ചു. ഇത് ഇല മാത്രം വരുന്നല്ലേ? ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അല്ലേ? അത് 10 മണി. അത് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അതെ, ടയർ മാറ്റിയപ്പോ ഇതെല്ലാം നമ്മുടെ 10 മണി ചെടി. അത് പല പല കളറിൽ ഉണ്ട്. ഇത് നമ്മുടെ ഈ ബാസ്ക്കറ്റിനകത്ത് മണ്ണിട്ടേച്ച് മമ്മി ചെയ്തതാ. ഈ ചെടിക്ക് ഏതാണ്ട് പറയായിരുന്നല്ലോ പേര്. അങ്ങനെ എന്തോ. പിന്നെ ചെത്തി ഇവിടെ പണ്ട് തൊട്ടേ ഉണ്ട്. ഇത് പപ്പ നട്ടതായിരുന്നു. അതെ, പപ്പ വെള്ളം ഒഴിച്ച് നട്ടത്. അത് പപ്പയുടെ ഇതില് നമ്മൾ വെച്ചിരിക്കുന്നു. ഈ പ്രാവശ്യം നമ്മൾ പപ്പ നിറച്ച് പൂവുണ്ടായപ്പോ പപ്പയ്ക്ക്. അതെ, ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പല കളേഴ്സ് 10 മണി ചെടി. മമ്മിയുടെ ബൊഗൈൻവില്ലകളെല്ലാം. അതെ, വൈറ്റും പിങ്കും കൂടെ കോമ്പിനേഷൻ ആട്ടോ. അതെ, ഇതിന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും അല്ലേ മമ്മി? മഴക്കാലം ആകുമ്പോഴത്തേനും ഇത് മാറ്റി വഴിയിലോട്ട് നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. പല കളേഴ്സ് ഉണ്ട് നമ്മുടെ ബൊഗൈൻവില്ല. പല കളേഴ്സ് ഉണ്ട്. ഞാൻ ഒരു വ്ളോഗിനകത്ത് നമ്മളിവിടെ വന്നപ്പോൾ കാണിച്ചായിരുന്നു. പല പല കളേഴ്സ് ഉണ്ട്. അതിനകത്ത് ഞാൻ ഒരു മസ്റ്റാർഡ് യെല്ലോ ഉണ്ട്. അത് ജിമ്മി ഗിഫ്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞത്.
ബർത്ത്ഡേക്ക് അതായി വരുന്നതേ ഉള്ളൂ, കുഞ്ഞിതാ. പക്ഷെ ഈ കളർ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അധികം. നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ കളേഴ്സ് അല്ലേ കാണുന്നത്. ഇത് ഈയിടെ ഗിഫ്റ്റ് തന്നെ എന്റെ പിറന്നാളിന്. അത് ഇപ്പൊ ആയി വരുന്നതേ ഉള്ളൂ, സെറ്റായി വരുന്നേ ഉള്ളൂ, കുഞ്ഞായത് വരുന്നേ ഉള്ളൂ. ഈ കളർ നമ്മളെപ്പോഴും കാണുന്നത്. പിന്നെ ഒരു മെറൂൺ റെഡും കാണാറുണ്ട്. ഈ കളറൊക്കെ കൊള്ളാം. ഇതിന്റെ ഇടയ്ക്കുള്ളത് പുതിയൊരു കളർ ആ ഒരു കളർ അല്ലേ. അതിതാ ഇതിന്റെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.